ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സൂഫിയാണേ. അപ്പോൾ കൊച്ചിയിലെ ഫസ്റ്റ് ഡേ, നമ്മുടെ ഈ ഒരു സൈക്ലിംഗ് ടൂറിലെ 6ാമത്തെ ദിവസമാണ് കൊച്ചിയിലുള്ളത്. അപ്പോൾ ഇന്നത്തെ റൈഡ് കോസ്റ്റൽ ഏരിയയിൽ കൂടെയാണ് കേട്ടോ. ഒരു 35-40 കിലോമീറ്ററോളം. സ്റ്റേ ചെയ്തത് ആൽഫ്രഡ് പ്ലേസ് എന്ന് പറഞ്ഞ ഈ ഒരു റിസോർട്ടിലാണ്. നല്ല സ്റ്റേയും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ റൈഡ് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യണം. റൈഡ് കേസിനെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവരും സ്വാഗതം. അപ്പോൾ നമ്മളിവിടുന്ന് റൈഡ് സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ അതാ ഫെറിയിലുള്ള കേട്ടോ. എല്ലാവരും ഫെറി കയറി ഫെറിയിൽ വരെ വൈപ്പിലേക്ക് ക്രോസ് ചെയ്യാണ്. അവിടുന്ന് കോസ്റ്റൽ ഏരിയയിൽ കൂടെ ഇങ്ങനെ റൈഡാണ് ഇന്നത്തെ പ്ലാൻ കേട്ടോ. അങ്ങനെ നമ്മൾ ഫെറിയിൽ നിന്ന് ഇറങ്ങി നേരെ ഈ ഒരു കോസ്റ്റൽ സൈഡിലുള്ള റോഡിലൂടെ നേരെ നമ്മൾ റൈഡ് ചെയ്യാൻ പോകണേ. അങ്ങനെ നമ്മൾ ഇവർക്ക് വേണ്ട റൂട്ടും കാര്യങ്ങളും ഡീറ്റെയിൽ കൊടുത്ത് മൂവ് ചെയ്യാൻ തുടങ്ങി കേട്ടോ. നമ്മൾ നേരത്തെ തന്നെ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. ഒരു 6:30 ആയപ്പോൾ തന്നെ നമ്മൾ റൈഡ് തുടങ്ങി. സൈക്ലിംഗ് ടൂറിലെ 6ാമത്തെ ദിവസമാണ് കേട്ടോ. നമ്മൾ കൊച്ചിയിലുള്ളത്. നേരെ നമ്മൾ പോകുന്നത് ഞാറക്കൽ ബീച്ച് ഏരിയ. നേരെ നമ്മൾ പോയിട്ട് ബീച്ച് ഏരിയയൊക്കെ വിസിറ്റ് ചെയ്ത് റിട്ടേൺ വരും. അതാണ് ഇന്നത്തെ ഷെഡ്യൂൾ കേട്ടോ. ഈ കാണുന്ന ഇന്ത്യൻ ഓയിലിൻ്റെ ഇമ്പോർട്ട് ടെർമിനൽ ആണ് കേട്ടോ. കാരണം LPG ടെർമിനലാണ്. ഇത് വളപ്പിൽ ബീച്ചാണ് കേട്ടോ. ഈ ബീച്ചിലേക്ക് നമ്മൾ എൻ്റർ ചെയ്യുന്നില്ല. നേരെ നമ്മൾ ഞാറക്കൽ ബീച്ചിലേക്കാണ് പോകുന്നത് കേട്ടോ. നമ്മളവിടെ നേരെ ഈ ഒരു ചെറിയൊരു ഡൈവേഷൻ എടുത്തിട്ട് ഈ റോഡിനാണ് പോകുന്നത്. ഭയങ്കര രസമാട്ടോ ഈ റോഡിലൂടെ ഈ ഒരു സമയത്ത് റൈഡ് ചെയ്യാൻ. ക്ലൈമറ്റ് നല്ല കൂളാണ്, നല്ല കാറ്റുണ്ട്, അടിപൊളിയാണ്, നല്ലൊരു ഫീലാണ് കേട്ടോ. നമ്മളിതുവരെ വന്നത് ഒരു സൈഡ് ബീച്ച് സൈഡായിരുന്നു. ഇപ്പോൾ ആ റോഡ് അങ്ങ് കണ്ടിന്യൂറ്റി ഇല്ല കേട്ടോ. കുറച്ച് നമ്മൾ ഡൈവേർട്ട് ചെയ്തിട്ട് പോകുന്നത്. അപ്പോൾ ഈ ഒരു റൂട്ടിൽ 2 സൈഡിലും ആളുകൾ താമസിക്കുന്ന സ്ഥലത്തിൻ്റെ ഇടയിലൂടെയാണ് ഈ ഒരു റൈഡ് പോകുന്നത് കേട്ടോ. ചെറിയ റോഡാണ്, തിരക്കും കുറവാണ്, നല്ല ടൈമാണ് കേട്ടോ. ഇതൊരു ബീച്ച് ഏരിയ ആണ് കേട്ടോ. ചാപ്പ ബീച്ച് ഏരിയ ആണ്. കമ്പാരിറ്റീവ്ലി ചെറിയ റോഡാണ് കേട്ടോ. നല്ലൊരു ഫീലാണ് റൈഡ് ചെയ്യുന്ന സമയത്ത്. മോർണിംഗ് ടൈം ആയതുകൊണ്ട് തന്നെ ഇല്ലെങ്കിൽ വൈകുന്നേരങ്ങളിലൊക്കെ ആണെങ്കിൽ അതും അടിപൊളിയായിരിക്കും കേട്ടോ. ബീച്ചിനോട് ചേർന്ന് നടക്കുന്ന റിമോട്ട് ഏരിയയിൽ കൂടെയാണ് ഇപ്പോൾ റൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓ അടിപൊളി, ഭയങ്കര ഫീലാണ്, നല്ല രസമുണ്ട്. ഈ റൂട്ട് അടിപൊളിയാണ്. ഹായ് കാണുന്നത് കടൽഭിത്തിയാണ് കേട്ടോ. എൻ്റെ തൊട്ടപ്പുറത്ത് കടലാണ്. അപ്പോൾ തിരയടിച്ചിട്ട് ഇങ്ങോട്ട് വെള്ളം കയറി വീടുകൾക്കും ബുദ്ധിമുട്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കടൽഭിത്തി ഉള്ളത്. ഇത്രയും തൊട്ടടുത്തുകൂടെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. വെള്ളം തെറിക്കുന്നത് കാണാം.
മത്സ്യകൃഷി നടത്തുന്ന സ്ഥലങ്ങളാട്ടോ, കെട്ടുകളാണ്. ഇവിടെ ഒരു 1-2 കിലോമീറ്ററോളം ദൂരമുണ്ട് നമ്മളെ ബീച്ചിലേക്ക് കേട്ടോ. ഇതാണ് ഞാറക്കൽ ബീച്ച് കേട്ടോ. നമ്മൾ 2 വർഷം മുന്നേ വന്ന സമയത്ത് ഈ ഒരു ഏരിയ കംപ്ലീറ്റ് ഫുള്ള് നല്ല മണലായിരുന്നു കേട്ടോ. അപ്പോൾ തന്നെ വെള്ളം കൊണ്ട് കയറി. ഈ സാധനം ഇത് വലയിടാൻ പോകുന്ന കേട്ടോ, കടലിൽ വലയിടാൻ പോകുന്ന സാധനമാണ്. തോണിയല്ല, തെർമോക്കോളാണ് കേട്ടോ. തെർമോക്കോളിൽ ജസ്റ്റ് കവറിങ് ചെയ്താണ്. ഇതിട്ടിട്ട് വലയിട്ടിട്ട് തിരിച്ചു വരും. ഇങ്ങനത്തെ ഒന്നിൽ ഒരാൾ പോകും. അപ്പോൾ അവിടുന്ന് ചെറിയൊരു റീഫ്രഷ്മെൻ്റ് കഴിഞ്ഞ് നേരെ റിട്ടേൺ പോവാണ്. അപ്പോൾ നമ്മളിനി നേരെ റിട്ടേൺ പോവാണ്, നേരെ ഫോർട്ട് കൊച്ചിയിലേക്ക് കേട്ടോ. മീൻ കൃഷീൻ്റെ ഒക്കെ ഏരിയ ആണ് കേട്ടോ കാണുന്നത്. അതിനോടൊപ്പം ചെറിയൊരു ടൂറിസം അതും കൂടെ ഉണ്ട്. അപ്പോൾ നമ്മളിതാ തിരിച്ച് വൈപ്പിലെത്തി. ഇനി നേരെ ഫെറി കയറി നേരെ ഫോർട്ട് കൊച്ചിയിലേക്ക് കേട്ടോ. അങ്ങനെ ഫെറി ഇറങ്ങി ഇനി നേരെ റിസോർട്ടിലേക്കാണ്. അങ്ങനെ നമ്മൾ തിരിച്ച് ആൽഫ്രഡ് പാലസിലെത്തി കേട്ടോ. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് നമ്മൾ ഏകദേശം ഒരു 35-40 കിലോമീറ്ററോളം ഇന്ന് റൈഡ് ചെയ്തു പോകണം. അപ്പോൾ ഇനി ഇവർക്കിനി ഷോപ്പിങ്ങും അങ്ങനത്തെ ആക്ടിവിറ്റിയും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ റൈഡ് ഗേഴ്സിൻ്റെ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത വീഡിയോ കാണുന്നവരെ ഇറ്റ്സ് മീ സുഫി സൈനിങ് ഓഫ്.